ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ ഒരു റെസിപ്പി അല്ല ചെയ്യാൻ പോണത്, പകരം ഞാൻ നിങ്ങളെ ഒരു ജാപ്പനീസ് ഹിബാച്ചി റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഹിബാച്ചി കൈൻഡ് ഓഫ് കുക്കിംഗ് ആണ് അവിടെ. അത് അറിയാത്തവർക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടാണ് പോണത്. അമേരിക്കയിൽ കനറ്റിക്കറ്റ് എന്ന സ്റ്റേറ്റിൽ സൗത്ത് വിൻസർ എന്ന ടൗണിലുള്ള സക്കൂറ ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് സ്റ്റേക്ക് ഹൗസ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങളിപ്പോൾ പോണത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ഇത്. ഈ റെസ്റ്റോറൻറ്റിൽ 2 തരം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് റെഗുലർ ആയിട്ടുള്ള നമ്മളെ റെസ്റ്റോറൻറ്റിലുള്ള പോലെ സീറ്റ്സും ഓർഡർ ചെയ്ത് ഭക്ഷണം പറയണ ആ ഒരു വിധത്തിലും, പിന്നൊന്ന് ഹിബാച്ചി സ്റ്റൈൽ. ഹിബാച്ചി സ്റ്റൈൽ എന്ന് പറയുമ്പം നടുക്ക് ഒരു വലിയ ഹോട്ട് പ്ലേറ്റ് പോലെ വെച്ചിട്ടുണ്ടാവും മെറ്റലിൻ്റെ. എന്നിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് സീറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മുടെ ഫാമിലി മാത്രമായിരിക്കില്ല, 8ഓ അതിൽ കൂടുതലോ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഉണ്ടാവുക. ഹിബാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാപ്പനീസിൽ ഫയർ ബോൾ എന്നാണ് അർത്ഥം, പക്ഷേ നോർത്ത് അമേരിക്കയിൽ അയൺ ഹോട്ട് പ്ലേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് എല്ലാ കുക്കിങ്ങും ചെയ്യണത്. ഇവിടെ നമ്മൾ പറയുന്ന ഭക്ഷണത്തോടൊപ്പം അവർ സൂപ്പും സാലഡും രണ്ടും തരുന്നുണ്ട്. അത് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ഇതൊരു മഷ്റൂം സൂപ്പാണ്, മഷ്റൂം ക്ലിയർ സൂപ്പ്. അതോടൊപ്പം ജിഞ്ചർ ബേസ്ഡ് ആയ ഒരു സാലഡ് ഡ്രസ്സിങ് ഒഴിച്ചിട്ടുള്ള ഒരു സാലഡും ഉണ്ട്. കുറച്ച് സ്വീറ്റ് ആസ് വെൽ ആസ് സ്പൈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയ ഒരു സാലഡാണ്. പിന്നെ ഞങ്ങളിതോടൊപ്പം ഒരു കോക്കനട്ട് ഷ്രിമ്പിൻ്റെ ഓർഡറും കൂടി ആപ്പിറ്റൈസറായിട്ട് പറഞ്ഞിട്ടുണ്ട്. Are you ready? ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവരുടെ ജാപ്പനീസ് ഒരു ഡ്രിങ്കാണ് സാക്കി. അതാണ് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്തത്. മക്കളുടെ വായിലേക്ക് ഓറഞ്ച് ജ്യൂസാണ് ഒഴിക്കുന്നത്. അപ്പോൾ എത്ര നേരം നമുക്ക് ആ വായ തുറന്ന് പിടിക്കാൻ പറ്റുന്നുള്ള ആ ഒരു കണക്ക് വെറുതെ ഇങ്ങനെ ഒരു ഫണിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹോട്ട് പ്ലേറ്റ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ കുക്ക്. അതിൻ്റെ മുന്നേ മൂപ്പരുടെ കത്തി വെച്ചിട്ടുള്ള കുറച്ച് കലാവിരുതുകളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം ഭക്ഷണം ഇപ്പോൾ ഇവിടെ വെച്ച് കുക്ക് ചെയ്യും. സെമായി കുക്ക്ഡും റോവുമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒക്കെ ഈ ഹോട്ട് പ്ലേറ്റിൽ വെച്ചിട്ടാണ് പാകം ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഫ്രൈഡ് റൈസ്, കുറച്ച് നൂഡിൽസ്, വെജിറ്റബിൾസ്, പിന്നെ നമ്മുടെ ചോയ്സിനുള്ള എന്തെങ്കിലും ഒരു മീറ്റ്, ഇത്രയും അടങ്ങിയതാണ് ഇന്നത്തെ ഭക്ഷണം. Cheeky baby. Yeah, everybody like a cheeky baby. Garlic. Salt, pepper, salt, baby oil. Sake. ഞാൻ നേരത്തെ പറഞ്ഞ സാക്കിയും ടെറിയാക്കി സോസും സോയ സോസും കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊരു അമേസിങ് ഡിഷാക്കി മാറ്റും അവർ. ഈ നൂഡിൽസും ഫ്രൈഡ് റൈസും ഈ മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അങ്ങനെ അടിപൊളിയാക്കിയിട്ടാണ് നമുക്ക് അവരത് തരാൻ പോണത്. Are you ready now? Yes. All right. Good catch. Aya. One more time. Aya. Keep your eyes open. Aya. സുക്കീനിയുടെ പീസസ് ആണ് അവരിപ്പം എറിഞ്ഞത്. അതിപ്പോൾ എറിഞ്ഞു തരുമ്പോൾ നമ്മൾ ചാടി പിടിക്കണം. അതൊക്കെ അവിടുത്തെ ഒരു ഫൺ സംഗതികളാണ്.
Oh, she's trying it. Okay? I know you like it. Fire. Eyebrows, ladies. Eyebrows. I need those. Okay. Bye bye fire. Three, two. Bye bye two. Sợi xong. Sợi xong. Okay? No problem. Try some. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇവരിതൊക്കെ ആക്കണത്. ഇതിവിടെ കണ്ടിട്ട് ഒരുപാട് തവണ ഞാൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇവരാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. മേ ബി അവിടെ പോയി കഴിക്കുന്നതിൻ്റെ ആ ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അവർ ആ നൂഡിൽസ് കുക്ക് ചെയ്ത ഭാഗത്തുള്ള കരിയൊക്കെ നന്നായി നീറ്റാക്കും. അതിനുശേഷം ചോറിൽ സെയിം കുറച്ച് അവരുടെ സോയ സോസും ടെറിയാക്കി സോസ് ആക്കി, സോൾട്ട് ആൻഡ് പെപ്പർ, പിന്നെ നേരത്തെ അവർ അവിടെ മുട്ട അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനിപ്പം എല്ലാവരുടെ പ്ലേറ്റിലേക്കും ഓരോ പോർഷനായിട്ട് എടുത്ത് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല. കുറച്ച് ഭാഗ്യം കൂടുതലുള്ളവർക്ക് കൂടുതൽ കിട്ടും എന്ന് വെച്ച് തികയാത്ത ഒരവസ്ഥ ഉണ്ടാവാറില്ല കേട്ടോ. ഇവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞ് തീർക്കാൻ പറ്റാത്ത ഒരവസ്ഥ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ചോറിന് ശേഷം ഇവർ പച്ചക്കറിയിൽ കുറച്ച് ഓയിലും സോൾട്ടും പെപ്പറും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് റെഡിയാക്കുകയാണ്. അതിൽ ഇടുന്ന ബട്ടറിൻ്റെ അളവ് നമ്മൾ നോക്കരുത്, വാരിക്കോരി ബട്ടർ ഇടും. അതുകൊണ്ടായിരിക്കാം വീട്ടിൽ നിന്ന് ആക്കുമ്പോൾ അത്ര അങ്ങോട്ട് ടേസ്റ്റ് വരാത്ത. കാരണം ഇവർ നന്നായി ബട്ടർ ഇടും. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ നിന്നാകുമ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ മീറ്റായിട്ട് ചിക്കൻ, ചെമ്മീൻ, ബീഫ്, സാമൺ, ഫിഷ്, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഇപ്പോൾ ഇന്നിവിടെ ഞങ്ങൾ പലരും ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ഹോട്ട് പ്ലേറ്റിലിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് അതിൽ കുറച്ച് സോസും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യും. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ചെമ്മീൻ കൊണ്ട് കറി വെക്കുമ്പം ചെമ്മീൻ കുക്ക് ചെയ്ത് അതിനെ ഒരു വഴിയാക്കിയിട്ടാണ് കഴിക്കാറല്ലേ. പക്ഷേ ഇവിടെ ഇപ്പം ഏറ്റവും കുറച്ച് നേരം കുക്ക് ചെയ്യുന്നത് ചെമ്മീനാണ്. അതിൻ്റെ ഫ്ലേവറും ഒന്നും പോവാതെ, അതിൻ്റെ സൈസൊക്കെ ചെറുതാവാതെ അതിന് മുന്നേ തന്നെ അവർ അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റും. അതേസമയത്ത് ഏറ്റവും അധികം നേരം കുക്ക് ചെയ്യുന്നത് ചിക്കനാണ്. അതുപോലെ തന്നെ സ്റ്റേക്ക് കുക്ക് ചെയ്യുമ്പോൾ അവർ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് അവർ കുക്ക് ചെയ്യുക. അത്ര നേരമാണ് അവരതിൽ വെക്കുക. അതായത് ഇപ്പം റെയർ ആണോ, മീഡിയം ആണോ, വെൽ ആണോ, എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ആ ഹോട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് കുക്കിംഗ് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് തരിക. എഗെയിൻ ഇതും കഷ്ണം മുറിച്ച് അതിൽ സോസൊക്കെ ഇടുന്നുണ്ട്. ഇവിടെ സൈഡിലായിട്ട് കാണുന്നത് ഒരു സാമണാണ്. അപ്പം ഞാൻ ഷ്രിമ്പും സാമണുമാണ് പറഞ്ഞത്. കുട്ടികൾ ഷ്രിമ്പ് ആൻഡ് ചിക്കൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കമ്പൈൻ ചെയ്തിട്ടും നമുക്ക് പറയാവുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇതിലിടുന്ന ബട്ടർ കണ്ടില്ലേ. അപ്പോൾ അത് നോക്കണ്ട, ടേസ്റ്റ് മാത്രം നോക്കിയാൽ മതി. വൺസ് ഇൻ എ വൈൽ നമ്മൾ കഴിക്കുന്നതല്ലേ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എടുത്തിട്ടത് ഗാർലിക്കാണ്. സുരേഷ് സ്റ്റേക്ക് ആൻഡ് ഷ്രിമ്പാണ് പറഞ്ഞത്. അപ്പം ഞാൻ സാമൺ ആൻഡ് ഷ്രിമ്പ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ആ പച്ചക്കറികളൊക്കെ കുക്ക് ചെയ്ത് ഇതേ സോസ് ഇട്ടിട്ട് സെർവ് ചെയ്യും. അങ്ങനെ ഒരു അടിപൊളി ഡിന്നർ ആൻഡ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നിങ്ങൾക്കും ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഹിബാച്ചി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇപ്പോൾ ഈ കൊറോണ കാലത്ത് ഈ റെസ്റ്റോറൻറ്റും അടച്ചിരിക്കുകയാണ്. ഇതിന് മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത ഒരു എപ്പിസോഡായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.